ബാനർജി, ഞാൻ വരുന്നു സാർ. സാർ, ആരാ ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത്? അറിയില്ല സാർ, എനിക്കറിയില്ല. പറയാൻ ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനാ. എന്തിനാ തൂക്കിയേ? അങ്കിളിന് അവനോടുള്ള ദേഷ്യം പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാ തൂക്കിയത്. എങ്ങനെ പോവും? ഈ ആയുസിൽ അവനോടുള്ള ദേഷ്യം പോവില്ല. അവനൊരു കൊലയാളിയാണെന്ന് അറിയില്ല നിനക്ക്. ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലേ? എന്ന് വെച്ചാൽ ഒരുപക്ഷെ മാധവൻ പെട്ടെന്ന് കയറി വന്ന കൊന്നുകളയും. എന്റെ കൈ കൊണ്ട് അവനെ വെടിവെച്ച് കൊന്നുകളയും. എന്താ ഈ വീട്ടിൽ കൊലയ്ക്ക് ഇത്ര പ്രിയം? എടാ, എന്തു ചെയ്യാ അവിടെ? കുപ്പിച്ചില് പെറുക്കിയെടുക്കുക. കുട്ടികളുടെ കാലിൽ കൊണ്ടുകയറി ആർക്കൊരാപത്തും വരരുത്. അതെടുത്ത് വേസ്റ്റ് കളയാന്ന്. കറക്റ്റ്. കുപ്പിച്ചില് വേസ്റ്റിലിട്ടിട്ട് ഈ ഫോട്ടോ കത്തിച്ചുകളാ. എന്തിനാടെ അങ്ങനെ ചെയ്തേ? അവനെ അമ്മമ്മേ മാധവൻ ആദ്യമായി ഇവനെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെ അതെ, എനിക്ക് പോലും അന്ന് സംശയം തോന്നി. നിങ്ങൾക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാമല്ലോ. സാർ ദേഷ്യപ്പെടില്ലേ സാർ? ആദവൻ എന്നെ എന്നും വിളിക്കാറുണ്ട്. ആ ജഡ്ജിക്ക് ആയുസുള്ളത് കൊണ്ട് മിസ്സായിട്ടായിരിക്കും. പക്ഷെ നിനക്ക് അല്പായുസായി പോകും. കുഴപ്പമില്ലല്ലോ സാർ. ആദവനെ പറ്റി സാറിന് അറിയില്ല. അവൻ ഏറ്റെടുത്ത ടാർഗറ്റ് തീർക്കാതെ പിന്മാറില്ല. ഇല്ലില്ല. എന്ന് തീർക്കും. അവൻ ചോദിച്ചത് 10 ദിവസം, അത് ഇതുവരെ തീർന്നില്ലല്ലോ. തീർന്നില്ലല്ലോ. പക്ഷെ ആ ജഡ്ജ് എൻക്വയറി തീർത്തു. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഞാൻ അകത്താകും. ഇഡിയറ്റ്. സാർ, ആദവൻ എവിടെയും എപ്പോഴും തന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് കാരണമാ ഓരോ ഇടത്തും ഓരോ ഗെറ്റപ്പിൽ പോയി നാടകം കളിച്ച് ആരും അറിയാതെ കാര്യം നടത്തും. എന്നെ വിശ്വസിക്ക്, 2 ദിവസം കൊണ്ട് അവൻ ലക്ഷ്യം കണ്ടിരിക്കും. എത്തിയില്ലെങ്കിൽ, അവൻ ചെയ്തില്ലെങ്കിൽ ആ ജഡ്ജിനെ ഞാൻ കൊന്നിരിക്കും. ഇല്ലെങ്കിൽ only 2 days. മോനെ എല്ലാം കഴിക്കണം കേട്ടോ. ഡാലിയ, കഴിച്ചെന്ന് മതി, നിർത്ത്. വയറുവേദന എടുക്കും. ഏയ്, എന്താ അമ്മേ? അമ്മേ, എന്തിനാ എന്നെ അടിച്ചപ്പോ? അവനെ അളിയാന്ന് വിളിച്ചതിന്. അമ്മേ, പെങ്ങളെ കെട്ടാൻ പോകുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ അളിയാന്നാ വിളിക്കുന്നേ. അവനെന്തിനാ നിന്റെ പെങ്ങളെ കെട്ടുന്നത്? പിന്നെ ആരെ? അതാ എന്റെ കൊച്ചുമോളെ കെട്ടാൻ പോകുന്നു. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കോ അല്ലേ അമ്മേ? എന്തൊക്കെയായാലും എന്റെ മച്ചാനെ അടിക്കരുതായിരുന്നു. ഇതെന്തിനാ? മച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ലായിരുന്നല്ലോ. ബാനർജി, അപ്പോഴൊന്നും അവനെ കൂട്ടിക്കൊണ്ടുവരാതെ കൽക്കട്ടയിലേക്ക് ഉണ്ടെന്നല്ലോ, അതെന്താ? മച്ചാനാ പറഞ്ഞത്. നിന്റെ അച്ഛന്റെ ദേഷ്യം കുറച്ചെങ്കിലും കുറഞ്ഞാലേ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? ഇൻഫാക്ട് എന്നെ ഈ കുടുംബമായിട്ട് ചേർത്ത് വെക്കാൻ സ്വന്തമായിട്ട് താഴ്ന്നുകൊണ്ട് ഒരു വേലക്കാരനെ ഇവിടെ നിന്ന് ചേർന്നതാ. ഇത്ര വർഷമായിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സ് വിഷമിപ്പിച്ച് മച്ച ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ? നിങ്ങളൊരു കരുതയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനൊരു ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചതേയില്ല. ഒരുപാട് നന്ദിയുണ്ട്. അത് ശരി അങ്കിൾ, ഇന്ന് മാത്രം അങ്കിളുടെ മലയാളം വേറെ മാതിരിയുണ്ട്. അതെന്താ? നിങ്ങളുടെ പ്രായത്തിൽ പഠിച്ച മലയാളം ഇങ്ങനെയാ. മറ്റേ ചടക്കി മച്ചാനെ നാട്ടിൽ നിന്ന് പിടിച്ച മലയാളം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആയിപ്പോയി. വെരി ഗുഡ്. പോകല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനാണ് മാധവനെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ആ എളിയമാനും എന്റെ മോനും മനസ്സിലായാൽ കൊല്ലും ഞങ്ങളെ. കറക്റ്റ്. ആരെയാ? നിന്നേടാ. നിന്നെ എല്ലാവരും ബുദ്ധിശാലിന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചു. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്താ? ശരി സാർ. എച്ചിൽ പ്ലേറ്റ് എല്ലാം വേഗം എടുത്ത് കഴിക്കും. ഇതിപ്പോ തന്നെ എടുത്തോളാം. എന്തൊരാജ്ഞയാ. സാർ, ഇവിടെ എല്ലാവർക്കും അവനോട് വളരെ സ്നേഹമാണ്. ആദവൻ ജഡ്ജിയുടെ മോനാണെന്ന് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല സാർ. ഇനിയും 2 ദിവസം സമയമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരും. ജഡ്ജിനെ മാത്രമല്ല, ആദവനെയും കൂടി. ഓക്കെ സാർ. അവൻ ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വായിക്കാൻ പാടില്ല. ഒരു ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ഹലോ മിസ്റ്റർ ഇളയമാൻ,
ഗിറ്റാറിൽ ബോംബ് വെച്ച് ജഡ്ജിനെ കൊല്ലാൻ ട്രൈ ചെയ്തത് ഞാനാ. സോറി, അനാവശ്യമായി നിങ്ങളെ സംശയിച്ചു. സത്യം പറയും. സ്വന്തം കുടുംബം തന്നെ വിശ്വസിക്കാതെ ഇത് സന്തോഷിക്കുന്നല്ലോ. ഞാനിതിന് കൊടുക്കണം. ഐ ആം വെരി ക്ലവർ. ഗുഡ്. പക്ഷെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കാരണം ആ പിയാനോയിൽ മാത്രം കൈവെക്കരുത്. എന്താ കാരണം? ഇത്തവണ ബോംബ് ജഡ്ജിന്റെ വീട്ടിലെ പിയാനോയിലാ വെച്ചിരിക്കുന്നത്. വാട്ട്? അതെ, ആ പിയാനോ വായിക്കുന്നത് നിർത്തിയാൽ അത് വായിക്കുന്നവൻ അടുത്ത സെക്കൻഡിൽ പൊട്ടി പീസായി ചെതറി പോവും. വായിച്ചോണ്ടിരുന്ന പൊട്ടില്ല, പക്ഷെ എത്ര നേരം വായിച്ചോണ്ടിരിക്കും. അത് ശരിയാ. ഈ സത്യം പുറത്തറിഞ്ഞാൽ അടുത്ത ദിവസം നീ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ പിയാനോ വായിക്കാൻ തുടങ്ങിപ്പോയി. അപ്പൊ നിന്റെ അന്ത്യം നിന്റെ കയ്യിൽ തന്നെ. നിർത്തടാ, എന്റെ തല പൊട്ടുന്നത് പോലെയുണ്ട്. നിർത്തിയാൽ ഞാൻ തന്നെ പൊട്ടുമല്ലോ. ഇപ്പോഴും പൊട്ടുന്ന പോലെയുണ്ട്. ആ പൊട്ടലല്ല, ഞാൻ കൈയെടുത്തു വെച്ചോ. വേണ്ട, ഞാൻ പറഞ്ഞ ചത്തു. എനിക്ക് വെറും മ്യൂസിക് ഇഷ്ടമല്ല. അറ്റ്ലീസ്റ്റ് പാട്ടും ആട്ടവും വേണം. ആഹാ, പാട്ടും ഉണ്ടല്ലോ അമ്മേ. ഒരു നല്ല സ്റ്റേജ് ഷോ കാണണം. ഇപ്പൊ കണ്ട സൂപ്പർ. ഓക്കേ, രാജാറാണിയൊക്കെ എവിടെ? അയ്യോ, എനിക്ക് ഐഡിയ മാത്രം അറിയില്ല, അഭിനയിക്കാനൊന്നും അറിയില്ല. എന്നെ വിട്. ഛെ. അമ്മയ്ക്ക് എന്തിനാ മേക്കപ്പ്? ചുമ്മാ ഇരുന്ന് ഷോ അല്ല കാണാൻ പോകുന്നേ. ഷോ കണ്ടാലും ഷോയിൽ കാണണവിടാ. അതെ അമ്മേ, ആ ലിപ്സ്റ്റിക് നസീറിന്റെ കാലത്ത് വാങ്ങിയതാണോ? അതെ. അവരും പോയി കഴിഞ്ഞു. ഇനിയും അതുകൊണ്ടാണോ മുഖത്ത് ചായത്? ഏയ്, എന്താ പറഞ്ഞേ? ഇല്ലമ്മേ, ഷോ നടക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു. എന്തെങ്കിലും ചെയ്യടാ മടസാമ്പ്രാണി. സാമ്പ്രാണി. വേഗം റെഡിയാവും, സ്റ്റേജ് റെഡിയാണ്. അയ്യോ, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. എല്ലാം സ്വപ്നമായിരുന്നോ? ഛേ, മണ്ടൻ. ഇനി ഈ വീട്ടിൽ ഒന്നും വായിക്കാൻ പാടില്ല. ഇപ്പൊ നീ എന്നെ ചെയ്തോണ്ടിരിക്കുക? ഇതാണോ? ഏയ്, എന്താ പുച്ഛത്തോട് നോക്കിട്ട് പോന്നേ? എടാ, ഇനി മുതൽ തോക്ക ബോംബ് ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല. നീ ഒരിക്കലും ജഡ്ജിയെ വെടിവെച്ച് കൊല്ലുകയില്ല. ആവശ്യമില്ല പേടിച്ച് ഞാനെന്തിനു ചാവണം? ബോറടിച്ച് പോയടാ, പോടാ. മച്ചാ, നീ നോക്കിയിരുന്നു. ഇനിയും ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ... നീ കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എന്താ പാല് പിടിക്കാം. അയാൾ ആ റൂമിലുണ്ട്. പോയി നെറ്റിക്കിട്ടൊരു വെടി വെച്ചിട്ട് പാല് വായിലൊഴിച്ചു വാ. എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം. എന്താ എന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും. ഇന്ന് ഞാൻ വരട്ടിയപ്പോ അവൻ പേടിച്ച് തലകുനിച്ച് പോയല്ലോ. അപ്പൊ ഇന്ന് മുതൽ അവനെ എങ്ങനെ ഇല്ല, ഇവൻ പേടിച്ചിട്ടില്ല. ഇവൻ ടെററിസ്റ്റാ. നമ്മുടെ